പോയിട്ട് ഇപ്പൊ വരാന്ന് പറഞ്ഞിറങ്ങിയത്. ഇപ്പൊ വരാന്ന് പറയാൻ കടയിൽ സാധനങ്ങൾ അടിക്കാൻ പോയല്ലേ, ഭയങ്കര തിരക്കായിരുന്നു ഇവിടെ. പിന്നെ കുറെ സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ട് വന്നു. ആ കഴിഞ്ഞ ദിവസത്തെ പറ്റി തീർക്കണമായിരുന്നല്ലോ, അതും തീർത്ത് ലിസ്റ്റിലെ കുറെ സാധനങ്ങൾ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാൻ. ഇനി കുറെ ഉണ്ട് കൊണ്ടുവരാൻ. ഇനിയിപ്പോൾ ആരെങ്കിലും പോയി കൊണ്ടുവരണം. അതിനിപ്പോ അമ്മ പോണ്ട, ചേട്ടനോടോ. ആ മേടിച്ച സാധനങ്ങളൊക്കെ എടുത്തു നോക്ക്. എടുക്കണല്ലേ? അടുക്ക്. കേക്ക് ക്രിസ്മസ് കണ്ട് വീണ്ടും കേക്ക് മേടിച്ചോണ്ട് വന്നാ. ഓ, കണ്ടപ്പോ ഒരു കേക്ക് കൂടെ കഴിക്കാൻ തോന്നി, മേടിച്ചിട്ട് വന്നു. കൊള്ളാം. എനിക്ക് തോന്നണേ ഇപ്രാവശ്യം ക്രിസ്മസിന് മുന്നേ കേക്ക് കഴിച്ച് തുടങ്ങിയതാണല്ലോ, ആദ്യമായിട്ടാണ് ഞാൻ ഇത്രയും കേക്ക് കഴിക്കണേ. പെട്ടെന്ന് നിനക്ക് കേക്ക് വേണോ? പിന്നെന്താ അമ്മ, ഞാൻ കട്ട് ചെയ്യുവാണ്. ഐസ്ക്രീമും കൂടെ വേണമായിരുന്നു. ഇത് കേൾക്കുമ്പോഴാണ് എനിക്ക് വെറുതെ പറഞ്ഞേ ആളമ്മ. റിയണൂലല്ലോ അമ്മ. ഇതുപോലത്തെ ഒരു കേക്കേ ഞാൻ കുഴിപ്പടത്ത് വെച്ചുണ്ടാക്കിയായിരുന്നു. ഭയങ്കര അഭിപ്രായമായിരുന്നു. കേക്ക് കഴിക്കാത്ത അച്ഛൻ വരെ കേക്ക് കഴിച്ചമ്മ. അതോടെ അച്ഛൻ കേക്ക് കിട്ടാ നിർത്തിയല്ലടി. ഇടയ്ക്ക് ഒരു കൗണ്ടർ പറയല്ലേ. ഇങ്ങതാ, ഞാൻ കട്ട് ചെയ്യാം. സംസാരിച്ചോണ്ട് കേക്ക് കട്ട് ചെയ്ത് കൈ മുറിക്കല്ലേ കേട്ടാ. എങ്ങാനും കൈയും കാലം അവളുടെ ചെറുതായിട്ട് മുറിഞ്ഞ ബ്ലഡ് ഞാൻ അപ്പൊ ബോധം കിടും. ബ്ലഡ്. എന്നാ അമ്മ ഈ പീസ് കേക്ക് കഴിച്ചോ. എനിക്കിതിന് ഇത്ര ഒരു ചെറിയ കഷ്ണം മതി. പക്ഷെ എനിക്ക് വലുത് തന്നെയാണ്, കാര്യമായിട്ടുള്ള ഒരു കേക്ക് വേണേ. ഓ തരാ. അത് പകുതിയായിട്ട് മുറിച്ചു കൊടുക്കുക ചേച്ചി. ഇതോ? അത്രയൊന്നും വേണ്ട, എനിക്ക് കുറച്ച് മതി. ആ മതി. എനിക്ക് നാടി ഇന്നാ ഇത്ര വലുത് നീ കഴിക്കോ? മനുഷ്യന്മാര് കഴിക്കണ കണ്ടിട്ടില്ല ഇത്. കഴിച്ചോട്ടമ്മ. എനിക്ക് വലിയ സാധനമാണോ? തരാൻ പാറു. കേശു എവിടെ? അവൻ പുറത്തെങ്ങാനും ഉണ്ടാവും. ശിവ, നമുക്ക് അപ്പുറത്തെങ്ങാനും പോയി കഴിക്കാം. അപ്പൊ അവന് വേണ്ടേ? നീ വാടി. എല്ലാരും കൂടെ കഴിക്കും. ഇത്ര മതിയോ? ഓ, എനിക്ക് അത്ര ഇഷ്ടമല്ല, മധുരമൊന്നും അത്ര ഇഷ്ടമല്ല. കൊള്ളാട്ടാ, നല്ല കേക്കാം. ക്രിസ്മസിന് ഞാൻ കൂട്ടുകാരന്റെ വീട്ടിൽ നിന്ന് കേക്ക് കഴിച്ചു. എന്തൊരു കേക്ക്! അതിന്റെ അമ്മ ഉണ്ടാക്കി അടിപൊളി. അമ്മ അതുപോലത്തെ കേക്ക് ഉണ്ടാക്കുമ്പോ ഞാനൊരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കി, പക്ഷെ അങ്ങോട്ട് ശരിയായില്ല. മറ്റേ നമ്മളെ സുഷ്മ ഉണ്ടാക്കും കേക്ക്, അടിപൊളിയായിട്ട് ഉണ്ടാക്കും. ഒരു ദിവസം നമുക്ക് സുഷ്മേന്റെ വീട്ടിൽ പോകണം കേട്ടോ. മുന്നേ പോയത് ഓർമ്മയുണ്ട്, അവരെങ്ങനെ നമ്മളെ സ്വീകരിച്ചെന്ന്. നല്ല ചിക്കൻ കറിയും പിന്നെ കപ്പയും കുറെ അങ്ങനത്തെ കുറെ വിഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ലേ. ഞാൻ അച്ഛനും കൂടെ ഇന്നാൾ പോയില്ലേ, അപ്പോഴവള് നാടൻ ചിക്കൻ വെച്ച് തന്നു. അവള് ചിക്കൻ സൂപ്പറായിട്ട് വെക്കും, പക്ഷെ മീൻകറി ഞാൻ ഉണ്ടാക്കണ അത്രയും പോരാ. പക്ഷെ സുഷമാന്റെ എന്തായാലും ഒരു ദിവസം ഇങ്ങോട്ട് അല്ലെങ്കിൽ അങ്ങോട്ട് പോവാം, എന്നാ ഒന്ന് കൂടണം. പറഞ്ഞോ. നിനക്ക് കിട്ടിയില്ലേ? നിനക്ക് കിട്ടിയില്ല, തന്നില്ല അവര്. നിനക്ക് അവരങ്ങോട്ട് കൊണ്ടുപോയിട്ടല്ല കഴിക്കാം. ഞാൻ വിചാരിച്ചു നീ അവിടെ നിന്ന് കഴിച്ചിട്ടുണ്ടാവുന്നു. ആര് കൊണ്ടുപോയി? ഇത് പ്ലം കേക്ക് അല്ലേ? പ്ലം കേക്ക് അല്ല, കണ്ടാ മനസ്സിലാവില്ലേ? നിനക്ക് കിട്ടിയില്ലേ? ആര് കൊണ്ടുവന്ന്? അമ്മ മേടിച്ചോണ്ട് വന്നു. ഞാൻ വിചാരിച്ചു നീ അവരുടെ ഒപ്പം കഴിക്കാം, അവര് പുറത്തു പോയിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുവായിരിക്കുമല്ലോ. അമ്മ ഇപ്പോഴല്ലേ അമ്മ, നമ്മളിപ്പോ കണ്ടിട്ടല്ലേ അമ്മ ഇപ്പൊ കയറി വന്നത്. അപ്പൊ എന്താ അമ്മ കാണിക്കാഞ്ഞത്? ഓ, ഞാൻ ഓർത്തില്ലടേ, അത് സാധനങ്ങളായിട്ട് ഇങ്ങോട്ട് വന്നപ്പോ ഇപ്പോഴാണ് ഓർത്തത്. എവിടെ കേക്ക്? അവിടെ നിന്ന് അവിടെ കേക്ക് പകുതിയുള്ള അവര് പുറത്തിരുന്ന് കഴിക്കണ്ടാവും. നിനക്ക് കിട്ടിയില്ല? ഇവ എത്ര നേരം കിടന്ന് കാണി പറയണത്. ഇല്ലെന്ന്, കിട്ടിയില്ലെന്ന്. കിട്ടിയില്ലേ? ഇല്ല. എന്നാ അവിടെ ഉണ്ടാവൂടാ, ചെന്ന് മേടിച്ച് കഴിച്ചോ. പിന്നെ ഇല്ലാണ്ട് എന്താ ഇവിടെ കേക്ക് വന്നിട്ട് ഞാൻ അറിഞ്ഞില്ലെന്ന് പറഞ്ഞത് കഷ്ടത്. കേശു അന്തം വിട്ട് ഓടാ കേട്ടോ.